സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവേക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ എന്നുള്ളത്. നമ്മുടെ +1 ഒക്കെ തുടങ്ങാനായി. ഇനി ആകെ ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കസിനും എൻ്റെ അങ്കിളും കൂടിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുള്ളത്. എൻ്റെ കസിൻ എൻ്റെ അതേ സെയിം വയസ്സാണ്, ഒരു 4 മാസത്തേക്ക് അവൾ ചെറുതാണ്. സോ ഞാൻ ഏട്ടനും അവളെ അനിയത്തി ഗൈസ്. ഓക്കെ, അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. അത് തന്നെ ബാഗ് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കാസർഗോഡ് ടോട്ടോ മാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാളിലേക്കാണ് ആദ്യം പോയത്. അപ്പോൾ എന്തായാലും ഇവിടത്തേക്ക് പോകുമ്പോൾ അധികം ഗേൾസിൻ്റെ കളക്ഷനാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. അപ്പോൾ എന്തായാലും ആദ്യം അവൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ആദ്യം അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ നോക്കി. അപ്പോൾ ഈ സൈഡിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ടെഡി ബിയേഴ്സും കുറേ ഇങ്ങനെ ബൊമ്മകളൊക്കെ കണ്ടു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവൾക്കുള്ള ബാഗും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇതൊക്കെ എടുത്താൽ കുറേ കാലം നിൽക്കുമെന്നല്ല, പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ആൻഡ് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതിൻ്റെ ആ ഒരു താറാവിൻ്റെ ആ ഒരു ഇതില്ലേ ബീക്ക്, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ കണ്ണട ഇട്ട മുയൽ, അതൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നീട് അവിടെ നിന്ന് എനിക്ക് നല്ല ബാഗ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് പോയി. അപ്പോൾ ഇത് സ്മാർട്ട് ബസാറാണ് കാസർഗോഡ്. അപ്പോൾ അവിടെ ഈ ഒരു കളക്ഷനില്ലേ, നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കളക്ഷനൊക്കെ 250 റുപ്പീസിൻ്റെ ബാഗാണ്. അപ്പോൾ ഇതൊന്നും കമ്പനി അല്ല കേട്ടോ, ഇതൊക്കെ നോർമൽ ബാഗ്സാണ്, അഫോർഡബിൾ റേറ്റിനുള്ള നോർമൽ ബാഗ്സാണ്. പക്ഷേ ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം അത് പ്രൈസ് ആയതുകൊണ്ടല്ല. ഇതൊക്കെ ഒരു കറക്റ്റ് ഒരു ഷേപ്പും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് 50% ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ ബ്രാൻഡഡ് കമ്പനിയുടെ സാധനങ്ങളാണ്. ആൻഡ് ഇവിടെയാണ് കുറച്ചും കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളക്ഷൻ ഉള്ളത്. മറ്റേ ഭാഗത്ത് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും അനിയത്തിയും എടുത്തിട്ടുള്ളത് ഈ ഒരു സെക്ഷനിലാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനേക്കാളും മുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് കേട്ടോ. ഇത് ചാർജിങ് ഒക്കെ ഉള്ളൊരു ബാഗാണ്. അപ്പോൾ ഇതെടുക്കുന്നില്ല എന്തായാലും. ഇതിന് ഭയങ്കര വെയിറ്റാണ് ഗൈസ്, ഭയങ്കര ഒടുക്കത്തെ വെയിറ്റ് അതിന്. അതിനുശേഷം ഞാൻ സെലക്ട് ആക്കിയ ബാഗ് ഇതാണ്, സഫാരിയുടെ ഒരു ബാഗാണ്. അപ്പോൾ അവൾ ആ ബാഗ് പിടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അവൾ സെലക്ട് ചെയ്ത ബാഗ് വേറെയാണ്. അപ്പോൾ അവൾ അവിടെ ഒരു ഫയൽ നോക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഫയലൊന്നും വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കുറച്ച് പെന്നിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നോട്ട് ബുക്കാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്ലാസ്മേറ്റിൻ്റെ സെറ്റ് എനിക്ക് കാണാൻ പറ്റില്ല ഗൈസ്. ഞാൻ 1ാം ക്ലാസ് ആണോ എന്നറിയില്ല, പണ്ട് മുതലേ ക്ലാസ്മേറ്റിൻ്റെ സെറ്റാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. മഴ കൊണ്ടിട്ട് ആകെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൂച്ചയുടെ ഒരു സാധനമാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കി, പൂച്ചക്ക് കിടക്കേണ്ട സാധനമാണോ അതാന്ന് തോന്നി. ആൻഡ് അതൊക്കെ ഒന്ന് തൊട്ട് നോക്കിയതിന് ശേഷം എല്ലാം ഇങ്ങനെ പ്രൊഡക്റ്റൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കും. അതൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കാന്നൊക്കെ പറയുന്നത് കുറച്ചൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു യോഗ മാറ്റാണ് കേട്ടോ. ഞാൻ വിചാരിച്ച യോഗ മാറ്റിന് ഭയങ്കര വെയിറ്റ് എന്നാണ്. അപ്പോൾ ഒട്ടും വെയിറ്റില്ല ഈ യോഗ മാറ്റിന്, വെറും ഭയങ്കര വെയിറ്റ്ലെസ് ആണ് യോഗ മാറ്റ്. പിന്നെ നല്ലൊരു ഒരു കർച്ചീഫ് കണ്ടു, അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇവിടെ ഭയങ്കര ക്യൂട്ടാണ്. ആൻഡ് പ്രൈസ് പറയുന്നുള്ളത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു റേറ്റിൽ തന്നെയായിരുന്നു എനിക്ക് ടോട്ടോ മാളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയത്. ടോട്ടോ മാളിൽ നിന്ന് തന്നെയാണോ അതിനെ പ്രൊണൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ടിഒ മാൾ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ബ്ലാന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ ആ ഒരു ടോട്ടോ മാളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഏകദേശം 3 ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നല്ല സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2-3 ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു ലാസ്റ്റ് 2 ഷോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഏകദേശം സാധനങ്ങൾ വാങ്ങിച്ചത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു സംഭവം ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റഡി ടേബിളിൽ ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു 2 എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഇഷ്ടപ്പെട്ടൊരു കളറ് നോക്കുകയാണ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, അതെടുക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു കളറും കൂടി വേണം. ഇത് വേണ്ട, ഈ ബ്ലൂ എടുക്കാം ഗൈസ്, ഈ ബ്ലൂ എടുക്കാം. അപ്പോൾ അത് സൈഡിലേക്ക് വെച്ചിട്ട് ഞാൻ ബ്ലൂ എടുത്തു. ബ്ലൂവും എടുത്തിട്ട് നമുക്ക് നമ്മളെ കാർട്ടിലേക്ക് ഇടാം. അതിനുശേഷം അവളിപ്പോൾ ഇവിടെ ഒരു കുറേ കളിപ്പാട് നോക്കാം കേട്ടോ. അതിൽ അവൾ അവരുടെ ടൈപ്പ് നോക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഈ വണ്ടി എടുത്തു. അപ്പോൾ ഇത് നീമോടെ വണ്ടിയാണ്, ഹോട്ട് വീൽസ് ഗൈസ്. ഹോട്ട് വീൽസ് അല്ല ഗൈസ്, ഹോട്ട് വീൽസിനാ എന്നിട്ട് ഞാൻ എടുത്തത് എന്താ അറിയോ, ഹോട്ട് വെൽസാ. ഇതാ കണ്ടില്ലേ, ഹോട്ട് വീൽസ് അല്ല ഗൈസ്, പറ്റിച്ചു. ഹോട്ട് വീൽസ് ആണെങ്കിൽ ഒന്ന് വാങ്ങിക്കാൻ വിചാരിച്ചു. ഇവിടെ ഞാൻ ഹോട്ട് വീൽസ് ഉണ്ടില്ല കേട്ടോ. ഇവിടെ ചന്തക്കണ്ണത്തിലൊക്കെ പോയാൽ കിട്ടറ് ഹോട്ട് വെൽസ്, പിന്നെന്താ ഹെഡ് വെൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. എന്തായാലും വാങ്ങിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി. പിന്നീട് ഒരു സ്ഥലത്തേക്ക് പോയി, ഞാൻ അന്തം വിട്ടുപോയി. എൻ്റെ കണ്ണ് തള്ളി. ഞാൻ അവിടെ സ്റ്റക്കായി പോയി. ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടില്ലേ, ഈ കാറൊക്കെ നോക്കിയ ഇത് 2000 രൂപയാണ്. ആ പ്രൈസ് കണ്ടിട്ട് ഞാൻ സ്റ്റക്കായി, അത് വേറെ കാര്യം. ആൻഡ് ഇതൊക്കെ കാണുമ്പോൾ ഇതേ സൈബർ ട്രക്ക് ഉണ്ട്, BMW സീരീസ് ഉണ്ട്, പിന്നീട് എന്താ റേസിംഗ് കാർ. ഇതെന്താ BMW, എനിക്കങ്ങനെ വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ. എനിക്ക് ഊക്കാൻ വരില്ല ഇതായ കമൻറ്റ് ബോക്സിൽ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മിനിയേച്ചറിൻ്റെ സെറ്റ് കാണുമ്പോൾ ഞാൻ ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അതിലെനിക്ക് അഫോർഡബിൾ ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു താറായിരുന്നു. അതാണെങ്കിൽ നമ്മളെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അത് ഈ മിനിയേച്ചറിനൊക്കെ ഭയങ്കര വിലയാണ്. എന്തായാലും നമ്മൾ വാങ്ങിക്കും ഗൈസ്, 1 day
ഓക്കെ, ഐ ആം ഷുവർ ദാറ്റ് ഒരു ദിവസം എല്ലാ ആൾക്കാർക്കും ഒരു ദിവസം ഉണ്ടെന്ന് പറയാറില്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഇവിടെ കുറച്ച് സമയം നോക്കി നിൽക്കാനും വായിൽ വെള്ളമൊലിച്ചിരിക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 2-3 ചോക്ലേറ്റ്സ് എടുത്തിട്ട് നമ്മളിപ്പം കുട നോക്കി കേട്ടോ. കുട ഞാനൊരു നാനോ കുടയാണ് എടുത്തത്. കാരണം ഞാൻ കുട അധികം പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. മഴ വന്നാലും കുട നനയേണ്ടാന്ന് എനിക്ക് മഴ കൊണ്ട് പോകുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കുട എനിക്ക് ട്രാവൽ ചെയ്യുമ്പോഴും അധികം കുട പിടിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു നാനോ കുടയാണ് എടുത്തത്. പിന്നെ ഇത് കണ്ടില്ലേ, ഗേൾസിനൊക്കെ ഇഷ്ടപ്പെടും. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പെന്ന് വെക്കേണ്ട സാധനമാണ് കേട്ടോ. പെന്നൊക്കെ വെക്കേണ്ട പെൻസിൽ ഹോൾഡറൊക്കെയാണ്. അപ്പോൾ ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ അത് എടുത്തു. അപ്പോൾ ഒരു കപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവൾ. പിന്നെ ഞാൻ പെൻ സ്റ്റാൻഡൊക്കെ നോക്കി. അപ്പോൾ എൻ്റെ അങ്കിളൊക്കെ നമ്മൾ നല്ല ഒരു പർച്ചേസ്, ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഫാമിലി ആയിട്ട് പർച്ചേസിങ് കഴിയുമ്പോൾ ഭയങ്കര കോമഡിയാണ്. പിന്നെ ഇതാണ് ടിഫിൻ ബോക്സ് വാങ്ങിച്ചത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കാം. സമയം ഉണ്ടെങ്കിൽ കാണാം കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് ഉപകാരം ഉണ്ടാവും. കാരണം നിങ്ങളൊരു വീഡിയോ ലൈക്ക് ചെയ്താൽ കുറച്ച് സന്തോഷമായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് വേണ്ടി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ നാനോ കട ഇവിടെ ഉണ്ട്. ആൻഡ് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ലാസ്റ്റത്തെ ടോട്ടോമാളിൽ തന്നെ നമ്മൾ കുറച്ച് ബില്ല് ചെയ്യാൻ കേട്ടോ. കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് ബില്ല് ചെയ്തു. ആൻഡ് ഫൈനലി നമ്മൾ 3 പീടികയിൽ കയറി ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ആൻഡ് ഇതാണ് ഞാൻ വാങ്ങിച്ച ബോട്ടിൽ കേട്ടോ ഗൈസ്. ഏകദേശം 149 ബോട്ടിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം 5 മണിക്കൂറിൻ്റെ ഷോപ്പിംഗ് ആയിരുന്നു ഗൈസ്. ഈ ഒരു 6-7 സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ, എന്നാൽ 5 മണിക്കൂറിൻ്റെ ഷോപ്പിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷോപ്പിംഗ് ഒക്കെ. അപ്പോൾ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എല്ലാവരും ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. എസ്പെഷ്യലി ഈ സ്റ്റേഷനറി ഒക്കെ എനിക്ക് മനസ്സമാധാനം വരുവോളം ഞാനത് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ രാത്രി 8 ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തി. സോ ഗൈസ്, നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ജൂൺ 17 നാളെയാണ് സ്കൂൾ തുറക്കുന്നുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. അതായത് ബാഗ്, കൊട, പിന്നെ ഒരു ചപ്പൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ നടന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ബില്ല് ചെയ്യാൻ പോകുമ്പോൾ സൈഡിൽ നല്ലൊരു ചപ്പൽ കണ്ടു. സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു നോർമൽ ചെരുപ്പാണ്. സ്കൂളിലൊക്കെ ഈ ഒരു മഴക്കാലത്ത് ഇട്ട് പോകാൻ പറ്റിയൊരു ചെരുപ്പാണ്. അതുകൊണ്ടൊന്ന് വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ ഈ ഒരു വ്ളോഗിൽ കാണിച്ചില്ല. എല്ലാവർക്കും അത് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ സാധനങ്ങൾ ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അത് കാണിച്ചാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നിയില്ല. അത് ഭയങ്കര ബോറായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്. എനിക്ക് ഷുവർ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവരും ഈ ഷോപ്പിങ്ങിൻ്റെ വ്ളോഗ് കാണാൻ ആൾക്കാർക്ക് അത് മാത്രമേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ സാധനങ്ങൾ അങ്ങനെ അധികമൊന്നുമില്ല. എല്ലാവർക്കും ഇനി ബാഗും അങ്ങനെ പൗച്ചൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കോട്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതേ ഉള്ളൂ. പിന്നെ ബാഗൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്ര മാത്രമാണ്. നമ്മുടെ +1 നാളെ തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നാളെ തുടങ്ങുമെന്ന് കുറച്ച് ഡൗട്ടാണ്. കാരണം ഇന്നും ഇന്നലെയും ലീവാണ്. കാസർഗോഡ് ജില്ലയിൽ റെഡ് അലേർട്ട് കാരണം, മഴ കാരണം ലീവാണ്. അപ്പോൾ എന്തായാലും നാളെ തുറക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം ഗൈസ്. എല്ലാവർക്കും നാളെ തുറക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ആയിരുന്നു. +1 അടിപൊളിയാക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്കൂൾ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ കഴിയാണ്. എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല സ്കൂൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ നാളെ സ്കൂളിൽ പോയി എൻജോയ് ചെയ്ത് പഠിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്ര മാത്രമാണ്. നമ്മളൊരു ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറയാം. എന്നിട്ട് നമുക്ക് മുഴുവനായിട്ട് സാധനമൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. 5 മണിക്കൂർ എടുത്ത് നമ്മൾ വാങ്ങിച്ചത് ആകെ ഒരു 6-7 സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാർട്ടിൽ കണ്ടല്ലോ, ആ ഒരു സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്കെല്ലാം കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് കാര്യമാക്കണ്ട, നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എനിവേസ് നമ്മൾ ടിഫിൻ ബോക്സ് വാങ്ങിച്ചു, നോട്ട് ബുക്ക് വാങ്ങിച്ചിട്ടില്ല. അപ്പം തന്നെ ഫുഡ് നോക്കിയെങ്കിലേ ഓക്കെ, അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോട്ട് ബുക്കിന് വാങ്ങിക്കണം അത്രയാണ്. അപ്പോൾ നമ്മളിപ്പം ടിഫിൻ ബോക്സ് ഒക്കെ വാങ്ങിച്ചു. പൗച്ചും നോട്ട് ബുക്കുമാണ് ഇനി മെയിനായിട്ട് വാങ്ങിക്കാനുള്ളത്. പൗച്ച് എനിക്ക് എത്ര നോക്കിയിട്ട് നല്ല കളക്ഷൻ കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പം ഓൺലൈനിൽ നോക്കാനാണ് പ്ലാൻ. അപ്പോൾ എനിവേസ് ഞാൻ നിങ്ങളെ പുതിയ അടുത്ത വ്ളോഗ്സിലൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നൊരു ലൈവും കൂടെ വരാണ്ട്. ലൈവ് ആരും മിസ് ചെയ്യരുത്. ഏകദേശം 7 മണിക്കായിരിക്കാം ലൈവ്. ഓക്കെ, 7 മണിക്കായിരിക്കും ഗൈസ് ലൈവ്. അപ്പോൾ എല്ലാവരും ലൈവിൽ വരാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. എല്ലാവർക്കും +1ലേക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് നേരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എനിവേസ് ഗൈസ്, നിങ്ങളുടെ വിഷ് പ്രകാരം ഞാൻ ഷോപ്പിംഗ് വ്ളോഗും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ദിസ് മീ അഭിനവ് AK. ഡു സബ്സ്ക്രൈബ്.